പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കോർപ്പറേഷനുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. 6 കോർപ്പറേഷനുകൾ ഉണ്ട് എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള കയ്യാങ്കളി അത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായി മാറിയിരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരസഭയിലെ കയ്യാങ്കളിയിൽ ഇപ്പോഴിതാ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. UDF വനിതാ കൗൺസിലർമാരുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ചെമ്പഴന്തി ഉദയൻ, പാപ്പനംകോട് സജി, ഗിരി, രതീഷ് തുടങ്ങിയ കൗൺസിലർമാർക്ക് എതിരെ ആണ് കേസെടുത്തിട്ടുള്ളത്. വനിതാ കൗൺസിലർമാരെ തടഞ്ഞുവെച്ചു എന്നും മർദ്ദിച്ചു എന്നുമാണ് FIR-ൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, നാടകീയമായ സംഭവങ്ങൾക്കാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ മേയർ VV രാജേഷിനെ തടയുന്ന സമീപനമുണ്ടാകുന്നു. ബലം പ്രയോഗിച്ചുകൊണ്ട് CPM-ന്റെ കൗൺസിലർമാരെ മറികടന്നുകൊണ്ട് VV രാജേഷ് ഓഫീസിലേക്ക് എത്തി. ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളിയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വലിയ സംഘർഷം ആണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എന്താണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തുടർ നീക്കങ്ങൾ, മറ്റ് വാർത്തകൾ? രണ്ട് ദിവസം മുമ്പ് BJP LDF കൗൺസിലർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മേയറെയും ഡെപ്യൂട്ടി മേയറെയും മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനെയും V ശിവൻകുട്ടിയും ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് മ്യൂസിയം പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇന്നലെ നിർണായകമായ കൗൺസിൽ യോഗം ചേർന്നത്. ഈ കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയായിരുന്നു. അതിനിടെയുണ്ടായ കയ്യാങ്കളിയിൽ ആണ് വനിതാ കൗൺസിലർമാർ, UDF-ന്റെ വനിതാ കൗൺസിലർമാർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നീട് പോലീസിന് പരാതി കൈമാറുകയും ചെയ്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെ 4 കൗൺസിലർമാർക്കെതിരെ, BJP കൗൺസിലർമാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തങ്ങളെ ബോധപൂർവം തടഞ്ഞു വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നാണ് വനിതാ കൗൺസിലർമാർ നൽകിയിരിക്കുന്ന മൊഴി. ശരീരത്തിൽ തിളച്ച വെള്ളം ഒഴിച്ചു, അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്കെതിരെ UDF വനിതാ കൗൺസിലർമാർ നൽകിയ പരാതിയിലുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് മ്യൂസിയം പോലീസ് ഇങ്ങനെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, നഗരസഭയിൽ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള LDF-ന്റെയും UDF-ന്റെയും പ്രതിഷേധം കൂടുതൽ ശക്തമായി മുമ്പോട്ട് വരുന്നതിനിടയിലാണ് ഇപ്പോൾ BJP അംഗങ്ങൾക്കെതിരെ തുടർച്ചയായി 2 ദിവസത്തെ ഇടവേളയ്ക്കിടയിൽ അടുത്ത ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സുഗതനെ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ അവശേഷിക്കുന്നത് 3 ആഴ്ചകൾ കൂടിയാണ്. ആ 3 ആഴ്ചകൾക്കകത്ത് സുഗതന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സുഗതൻ അയോഗ്യനാകും. സുഗതൻ അയോഗ്യനാക്കപ്പെട്ടാൽ BJP-യുടെ നഗരസഭയിലെ അംഗബലം 50ആയി കുറയും. അതുണ്ടാക്കാനിടയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും സുഗതനെ പുനഃസത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കം BJP കേന്ദ്രങ്ങൾ സജീവമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു അനുകൂല തീരുമാനം ലഭിക്കുന്നില്ല എങ്കിൽ അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിച്ച് 1 ദിവസത്തേക്ക് വിയ്യൂർ ജയിലിൽ കഴിയുന്ന സുഗതന് പുനഃസത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയ അനുമതിക്ക് വേണ്ടിയ നീക്കമാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDF-ഉം UDF-ഉം. അതായത് ഡാനിപ്പോൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് കോടതിയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണോ? അതിനൊപ്പം ഈ കാപ്പ ഉപദേശക സമിതി 1 ദിവസത്തേക്കെങ്കിലും ഇളവ് നൽകും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എന്ന് തന്നെയാണോ BJP പ്രതീക്ഷിക്കുന്നത്? അതിൽ തിരിച്ചടി ഉണ്ടായാൽ കോടതിയിൽ പോയാലെങ്കിലും ഇങ്ങനെയൊരു പുനഃസത്യപ്രതിജ്ഞ, അത് കോടതി തന്നെയാണല്ലോ ഉത്തരവിട്ടത് പുനഃസത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണോ BJP-യുടെ പ്രതീക്ഷ? 3 ആഴ്ചക്കകത്ത് 4 ആഴ്ച സമയപരിധിയാണ് അവസാനിച്ചത്. അതിൽ 1 ആഴ്ച പൂർത്തിയാകുന്നു. ഇനി 3 ആഴ്ചയും ചില ദിവസങ്ങളുമാണ് ബാക്കിയാകുന്നത്. അതിനിടയിൽ ഈ പുനഃസത്യപ്രതിജ്ഞ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഗതൻ സ്വാഭാവികമായി തന്നെ അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനൊരു സാഹചര്യം ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ച BJP-യെ സംബന്ധിച്ച് ആ ഭരണത്തിൽ തുടരുന്നതിനുണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏത് വിധേനയും സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കങ്ങൾ, സമ്മർദ്ദങ്ങൾ
ശക്തമാക്കിയിരിക്കുന്നത് BJP കേന്ദ്രങ്ങൾ. അതിന്റെ ഭാഗമായാണ് കാപ്പ ഉപദേശക സമിതിയുടെ സഹായം തേടിയിരിക്കുന്നത്. അവിടെ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അതുണ്ടായില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതി തന്നെയാണ് നേരത്തെ 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അയോഗ്യമാക്കിക്കൊണ്ട് വീണ്ടും പുനഃസത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 19 പേർ കഴിഞ്ഞ ദിവസം തന്നെ വിധി വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ പുനഃസത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ ശേഷിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ശേഷിക്കുന്ന ഒരേ ഒരാൾ സുഗതനാണ്. സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് സുഗതനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഈ പുനഃസത്യപ്രതിജ്ഞയ്ക്ക് വേണ്ട നീക്കങ്ങൾ അവർ സജീവമാക്കിയിരിക്കുന്നത്. ശരി, അവിടെ ഈ ഒരു അവിശ്വാസ പ്രമേയ നീക്കമുണ്ടായിരുന്നു. അത് പരാജയപ്പെട്ടത് നമുക്ക് അറിയാം. അവിടെ LDFും UDFും കൈകോർക്കുമോ എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. പക്ഷേ ഭരണമുന്നണിക്കെതിരെ ഈ രണ്ട് വിഭാഗങ്ങളും, അതായത് UDFും LDFും ഒരുമിച്ച് നിൽക്കുകയും അങ്ങനെ പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന നിലപാടിലേക്കാണോ അവർ എത്തിയിട്ടുള്ളത്? ഡാൻ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് LDFിന്റെ റിലേ സമരം പ്രധാന കവാടത്തിന് മുമ്പിൽ നടന്നത്. ഇന്നലെ നഗരസഭയിൽ ഭരണ സമരമാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കൗൺസിൽ യോഗം നടന്നത്. നിലവിൽ ഇതിനെ BJPക്കെതിരെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള നീക്കം LDFും UDFും തുടക്കമിട്ട് കഴിഞ്ഞു. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നാടകീയമായ സംഭവങ്ങളൊക്കെ നഗരസഭയിൽ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിലെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നഗരസഭയിൽ. മാത്രമല്ല ഭരണസമരം ഉണ്ടാകുന്നത് തടയാനുള്ള നീക്കങ്ങൾ BJP കേന്ദ്രങ്ങളെ സജീവമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മേയറുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ വിളിച്ചിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരോടും എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരോട് നഗരസഭയുടെ ഈ ചേംബറിൽ, അതായത് മേയറുടെ കോൺഫറൻസ് ഹാളിൽ എത്താനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നഗരസഭയുടെ ഭരണത്തെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനുള്ള നീക്കമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ബാധിച്ചാൽ അത് വീണ്ടും ആയുധം വെച്ച് മാറുന്നത് പോലെയാകും. അതുണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ കൃത്യമായി BJPക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലും നഗരസഭയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് സുഗമമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നീക്കവുമായി BJP കേന്ദ്രങ്ങൾ മുമ്പോട്ട് പോകുന്നു. യെസ്, ഒരു ഭാഗത്ത് BJP ഈ പ്രതിഷേധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഭരണവുമായി മുന്നോട്ട് എന്നുള്ളതാണ്. മറുഭാഗത്ത് വലിയ പ്രതിഷേധം ആണ് ഉയരുന്നത്. തീർച്ചയായും ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകണം, പ്രതിഷേധങ്ങൾ ഉണ്ടാകണം, സമരങ്ങൾ ഉണ്ടാകണം. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, അല്പസമയം മുമ്പ് നിങ്ങൾ കണ്ട ആ ദൃശ്യങ്ങൾ അത് പുതിയ കാലഘട്ടത്തിന് നിരക്കുന്നതാണോ എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വയം വിമർശനാത്മകമായി ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത്തരം കയ്യാങ്കളിയിലൊക്കെ ആര് മേൽക്കൈ നേടുന്നു എന്നതൊക്കെ അവർക്ക് അഭിമാനമായി തോന്നുന്നുണ്ട് എങ്കിൽ പോലും കൊച്ചു കുട്ടികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ആണ് ഇവരുടെ കയ്യാങ്കളികൾ എത്തുന്നത് എന്നതാണ്. അവർക്ക് രാഷ്ട്രീയം പറയാം, പ്രതിഷേധിക്കാം, എതിർക്കാം, അങ്ങനെ രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങളിലൊക്കെ ഏൽക്കാം. പക്ഷേ ഈ കയ്യാങ്കളി, ഈ പരസ്പരം ഉന്തും തള്ളും എന്നതിന് അപ്പുറത്തേക്ക് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടുന്നത് എന്നത് തീർച്ചയായും വലിയൊരു വിഭാഗം ആളുകളും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് നിങ്ങളെ നോക്കി പരിഹസിക്കുകയാണ് ചെയ്യുക എന്നത് അവർ തിരിച്ചറിയണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.